Hi friends, welcome back to my new video. This is Tekinol. Okay. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തമിഴിലും ഒക്കെ കണ്ട മാതിരി നമുക്ക് ഗൈസ് കോഡിങ് ഫോണിൽ പഠിക്കാൻ പറ്റും. ഇത് കോഡ് ചെയ്യാൻ പറ്റില്ല, ശരിക്കും കോഡ് ചെയ്യുന്നതിന് ലാപ്ടോപ്പ് വേണം. ഞാൻ സാധാരണ ലാപ്ടോപ്പിലാണ് കോഡിങ് പഠിക്കൽ. ഇത് ഫോണിൽ പഠിക്കുന്നത് ഇത് ബേസിക്കായിട്ട് അത്യാവശ്യമൊക്കെ ഒരു കോഡിങ് നമുക്ക് ഇത് ബേസിക് നമ്മളൊക്കെ ഫോണിൽ പഠിക്കാൻ പറ്റും. അതേമാതിരി ഗൈസ് ഒരു മീഡിയം ലെവൽ വരെ നമുക്ക് ഇതിൽ പഠിക്കാം. ബേസിക് അല്ല, മീഡിയം ലെവൽ വരെ. അത് കഴിഞ്ഞ് നമുക്ക് ഫ്രീ ആയിട്ട് പഠിക്കണമെങ്കിൽ ഒരു കോഴ്സ് എടുക്കാം, അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ കുറച്ച് വീഡിയോസൊക്കെ സെർച്ച് ചെയ്ത് പഠിക്കാൻ പറ്റും. ഓക്കെ ഗൈസ്, അപ്പോൾ കോഡിങ് വേണമെങ്കിൽ നമുക്ക് ഫോണിലും പഠിക്കാവുന്നതേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് പ്ലേ സ്റ്റോർ എടുത്തിട്ട് സോളോ ലേൺ എന്ന് പറഞ്ഞൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ഞാൻ അവിടെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ആപ്പ്. ഓക്കെ, സോളോ ലേൺ എന്ന് പറഞ്ഞ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ആയി വരും. അതിൽ നമുക്ക് ഗൂഗിൾ ID, അതായത് നമ്മളെ ഇമെയിൽ IDയും അഡ്രസ്സും ഒക്കെ നമ്മൾ കൊടുക്കാൻ പറയും. അതായത് ചോദിക്കും. ജസ്റ്റ് നമുക്കൊരു ഇമെയിൽ ID വെച്ച് ലോഗിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇത് വരുന്നുണ്ട്. ഇതിൽ ഓൾറെഡി ഞാൻ കുറച്ച് ചാപ്റ്റേഴ്സൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഓൾറെഡി കുറച്ച് ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ആകെ 2, 3, 4, 5 ചാപ്റ്റേഴ്സേ കംപ്ലീറ്റ് ആക്കിയുള്ളൂ. പക്ഷേ നമ്മൾ ഇതിൽ പഠിക്കുന്നത് പൈത്തൺ ആണ്. C++, ജാവ, അങ്ങനെ ജാവ സ്ക്രിപ്റ്റ് അങ്ങനത്തെ ഒന്നുമല്ല, പൈത്തൺ ആണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. വേറെ ആണെങ്കിൽ ഉണ്ട്, HTML ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. ഓക്കെ, കാണാം, ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് പൈത്തൺ ആണ്. ഗോ ഡീപ്പർ വിത്ത് പൈത്തൺ ഉണ്ട്. അതായത് അത്യാവശ്യം നല്ലോണം തന്നെ നമുക്ക് ഇത് വെച്ച് കഴിഞ്ഞിട്ട് പഠിക്കാൻ പറ്റും. ഇത് ഫ്രീ ആണ് ഗൈസ്, ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്, ഒരു ആപ്പാണ് ഗൈസ് ഇത്. അതുമാതിരി ഇതിലിപ്പോൾ ഞാനിപ്പോൾ കൊടുത്തിട്ടുള്ളത് ഗെറ്റ് സ്റ്റാർട്ടഡ് ആണ്. അതായത് ബേസിക്കായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം നമുക്ക് ഓരോരോ ഇത് ചെയ്യാവുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിൽ ഓരോ ചാപ്റ്റേഴ്സ് നമുക്ക് കാണാം. അപ്പോൾ അടുത്ത ചാപ്റ്റർ ഞാൻ ലേൺ പോടാം. ക്ലിക്ക് ചെയ്താൽ ഇതിൽ ഓരോ കാര്യങ്ങൾ ഇത് നമ്മൾ ജസ്റ്റ് വായിച്ച് നോക്കണം. വായിച്ച് നല്ലോണം പഠിച്ചതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കണം. കണ്ടിന്യൂ കൊടുത്തിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് പോകാൻ വേണ്ടിയത്. ഞാൻ ജസ്റ്റ് ഓൾറെഡി കഴിഞ്ഞ ചാപ്റ്റേഴ്സും ജസ്റ്റ് നമുക്ക് കാണിച്ചു തരാം. ഓൾറെഡി ഞാൻ കഴിഞ്ഞതാണ്. തെറ്റാണ് നമ്മൾ അടിക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒരു ഇത് വരും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഒരു ലെവലിൽ കഴിയും. ഓക്കെ, ഇതിൽ ചോദിച്ചുള്ളത് അങ്ങനെ കറക്റ്റ് എല്ലാം കൂടെ എഴുതി വെച്ചിട്ടുണ്ടാവും. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഈക്വൽ. ഓക്കെ ഗൈസ്, അപ്പോൾ കറക്റ്റ് ആയാൽ ഇങ്ങനെ കാട്ടും. ജസ്റ്റ് റൈറ്റ് അടുത്ത് എടുക്കുക, എന്നിട്ട് ഇവിടെ ഓരോ കാര്യങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയാണ് ഗൈസ്. പിന്നെ ഇതിൽ നമുക്ക് തന്നെ നമ്മുടെ ഇങ്ങനെയാണ് നമ്മൾ ഇതിൽ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. നല്ല വൃത്തിയിൽ പെർഫെക്റ്റ് ആയിട്ട് ഒരു ഡെവലപ്പർ ആക്കാമെന്ന് പറയുന്നില്ല, ഒരു ഡെവലപ്പർ വരെ ഒന്നും ആവില്ലെങ്കിലും അത് ഒരു അത്യാവശ്യം അടിപൊളിയായിട്ട് നമുക്ക് പൈത്തൺ നമുക്ക് വെള്ളം പോലെ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും സിമ്പിളായിട്ടൊരു പ്ലാറ്റ്ഫോമാണ്. നമ്മൾ സിമ്പിളായിട്ട് വായിച്ച് നോക്കണം. അതായത് ഓരോ കാര്യങ്ങൾ തരുന്നത് നമ്മൾ കറക്റ്റായിട്ട് വായിച്ച് നോക്കി മനസ്സിലാക്കിയതിനു ശേഷം ഓരോ അതിൻ്റെ അടുത്ത് തന്നെ ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കണ്ടിന്യൂ അടിച്ച് പോയാൽ മതി. അത് നല്ലോണം വായിച്ച് മനസ്സിലാക്കി വെക്കണം. ഇടയ്ക്കിടയ്ക്ക് ഡൗട്ട് വരികയാണെങ്കിൽ ഓൾഡ് ചാപ്റ്റേഴ്സ് എടുത്ത് ഓൾഡ് ലെസൺസ് എടുത്ത് പഠിച്ചാൽ മതി. അതുമാതിരി ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാനൊരു കാര്യം തെറ്റിച്ചുകൊണ്ട് ഹാർട്ട് ഒന്ന് കുറഞ്ഞത് കാണാം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ജയിക്കുന്ന നേരം ഈ ഒരു ബ്ലോക്ക് എന്താ പേരെനിക്കറിയില്ല, അതെന്തായാലും കിട്ടും. ഓക്കെ, പിന്നെ നമുക്ക് ഇതിൽ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസോ ഒക്കെ ചോദിക്കാം. അപ്പോൾ ലേണിലാണുള്ളത്, കമ്മ്യൂണിറ്റി, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഇതിൻ്റെ കൂടെ. ഇത് പ്രാക്ടീസ് ചെയ്യാനുള്ള സംഭവങ്ങളാണ്. ജസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് നോക്കണമെങ്കിൽ സ്റ്റാർട്ട് കോഡ് ചലഞ്ച്. ഓക്കെ, വേറൊരു ആളുമായിട്ട് നമുക്ക് കോഡ് ചലഞ്ച് ചെയ്യാൻ പറ്റും. നമ്മളെ അറിവും ഓരോ അറിവും വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചലഞ്ച് ചെയ്യും. ചിലപ്പോൾ നമ്മളെക്കാട്ടിലും കൂടുതൽ കോഡിങ്ങിനെ പറ്റി അറിവുള്ളവരിലേക്ക് വരിക. എന്നപ്പോൾ അതിങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചലഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പഠിക്കാനോ പറ്റുന്നൊരു സംഭവങ്ങളൊക്കെ ഇതിലുണ്ട്. അടിപൊളിയാണ്. ഈ ആപ്പ് ഒരു കിഡിലൻ ആപ്പാണ്. അതതിൻ്റെ പ്രത്യേകത ചെയ്യുന്നത്
ഫോണിലൊക്കെ ആയിട്ട് നമുക്ക് സുഖമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ആപ്പാണ് ഗൈസ്. ഇതെനിക്ക് പരിചയപ്പെടുത്തണം തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. കോഡിങ് പഠിക്കാൻ ഇപ്പോൾ ഫ്യൂച്ചർ തന്നെ കോഡിങ്ങിലേക്കാണ് പോകുന്നത്. ഓക്കെ, കോഡിങ് പറയുന്ന നേരം എ ഐ കോഡിങ് ഉണ്ട്. എ ഐനെ വെച്ചിട്ട് പൈത്തണാണ് ബേസ് ഇപ്പോൾ ലോകത്ത് വെച്ച് ഏറ്റവും പെട്ടെന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് പൈത്തണാണ് കോഡിങ്ങിൽ. പിന്നെ C++, ജാവ ഒക്കെ ഓൾഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും അത് അടിപൊളി ലാംഗ്വേജാണ്. പൈത്തണാണ് ഇപ്പോൾ പെട്ടെന്ന് ആയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. ഒരു ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഉപകാരപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ അത്രയുള്ളൂ ഒന്നത്തെ വീഡിയോ. ഈ കോഡിങ്ങൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നൊരു വീഡിയോ ആണിതെന്ന് തോന്നുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. കണ്ടോ, AI ജനറേറ്റിംഗ് പ്രാക്ടീസ് അങ്ങനെ കുറേ സംഭവങ്ങൾ. ഇത് AI ആണ് കേസ്. ഓക്കെ, AI ജനറേറ്റഡ് പ്രാക്ടീസാണ്. അതിനും പറയാൻ പറഞ്ഞതാണ് AI ആണ്. പിന്നെ ചലഞ്ചിൽ ഓൺലൈനിലുള്ള ആൾക്കാർ വരും. അതായത് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.